Hey guys, so welcome back to our channel and Dr. Avarnanand here. അപ്പം ഇന്നും ഒരു MBBS റിലേറ്റഡ് വീഡിയോ ആണ്, MBBS എബ്രോഡ്. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി വന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അതിനോടത്ത് എല്ലാവരും അറിയുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ഇടാമെന്ന്. അപ്പോൾ ഇതെൻ്റെ കോൺടാക്ട് നമ്പറാണ്. അത് ഈ MBBS റിലേറ്റഡ് കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ്. കാര്യം വെളിയിൽ പോയി പഠിക്കുന്നതിനെ പറ്റി അറിയാനോ ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാനോ ഒക്കെ ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഈ നമ്പർ യൂസ് ചെയ്യുക. വേറെ കുറേ ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ എവിടെ നിന്നാണെന്നുള്ളതും പേരും കൂടെ ഒന്ന് പറയുക. അതുപോലെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ, +2 കഴിയുന്നതാണോ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും. അപ്പം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമായിരുന്നു ബഡ്ജറ്റ്. 2026 നമുക്ക് MBBS എബ്രോഡ് ഏകദേശം ബഡ്ജറ്റ് എങ്ങനെ വരും എന്നുള്ളതാണ്. പല ബഡ്ജറ്റിൽ യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. കാര്യം ഇപ്പം 25 to 35 വരെയൊക്കെ നമുക്ക് കോളേജസ് അവൈലബിൾ ആണ്. അതിലും താഴോട്ടുള്ള കോളേജസും കാണും, ഇഷ്ടംപോലെ കാണും. പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസും കാണാറുണ്ട്. എല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു 30 lakhലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. നമുക്കേ ഒരു കോൾ ഇടയ്ക്ക് വന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരു കാര്യം വെച്ച് ഞാൻ ലോൺ എടുത്തിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കോളേജുകൾക്കും നമ്മുടെ നാട്ടിൽ ലോൺ അലോട്ട് ചെയ്യാറില്ല. പക്ഷേ ഒരു 30-35 ലാഖിനൊക്കെ ആണെങ്കിലും ഏതൊക്കെ ബാങ്ക് ആണെന്നുള്ളതും ഏതൊക്കെ കോളേജിലാണ് പെട്ടെന്ന് കിട്ടുന്നുള്ളതും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെന്തായിരുന്നു, പിന്നെ ഉള്ള ബുക്സിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ബുക്സ് എടുത്തോണ്ട് പോകാം, നോ പ്രോബ്ലം. അത്രയും കൂടി വെയിറ്റ് നിങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. മിനിമം ഫസ്റ്റ് ഇയർ മാത്രം ഒരു 15 കിലോയെങ്കിലും ബുക്സ് മാത്രം കാണും. ഇത് സെപ്പറേറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്തുകൊണ്ട് പോവുക. കാര്യം നമുക്ക് അവിടെ എല്ലാ മെറ്റീരിയലും ബേസ്ഡ് ആയിട്ടുള്ള ഓരോ സെമിസ്റ്റർ വൈസ് നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് പഠിച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, നോ പ്രോബ്ലം. അതും ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാര്യം ഇപ്പം എബ്രോഡ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഓരോ സെമിസ്റ്റർ വൈസ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബുക്സും കാര്യങ്ങളൊക്കെ. അത് നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. അപ്പം അതാണ് നമ്മൾ യൂഷ്വലി എല്ലാം ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, നോ പ്രോബ്ലം. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കോൺടാക്ട് നമ്പറാണ്. മിസ്യൂസ് ചെയ്യല്ലോ പ്ലീസ്. അപ്പം നിങ്ങൾക്ക് കോളേജിനെ പറ്റിയോ ബഡ്ജറ്റിനെ പറ്റിയോ ബാങ്കുകളെ പറ്റിയോ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി.